ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയും പെങ്ങന്മാരുള്ള ആളുകളാണെങ്കിൽ ആ കുട്ടിക്കെതിരായിട്ട് സംസാരിക്കാൻ രാഹുൽ വരില്ല. സുപ്രീം കോടതിയും കഴിഞ്ഞു വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യുകയാണോ കേരള പോലീസ്? എന്ത് തോന്നുന്നു? ഇപ്പൊ രാഹുൽ ഈശ്വരനെ അറിയാം സിദ്ദിഖ് എവിടെയാണെന്ന്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്ന് വെളുപ്പിനാണ് സിദ്ദിഖ് ഈ പറഞ്ഞ സ്വന്തം വീടുകളിൽ നിന്ന് മാറിയിരിക്കുന്നത്. അതും എയർപോർട്ട് വഴി സുപ്രീം കോടതിയിലേക്ക് പോയിട്ടില്ല. ഇതൊക്കെ എന്ത്? ഇങ്ങനെ പോകുന്ന സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു തീരുമാനം കേരള പോലീസിനുണ്ടെങ്കിൽ അത് എപ്പോഴേ അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. ഇപ്പൊ അച്ഛന് മനസ്സിലായില്ലേ? രാഹുൽ ഉണ്ടായ ഈ സമയത്തൊക്കെ സിദ്ദിഖിന്റെ കൂടെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് രാഹുലിന് പറയാൻ കഴിയുന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്? എന്താണ് ഒരു മൗനവ്രതം? രാഹുൽ ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഒരു കുട്ടിക്കെതിരായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ റേപ്പ് നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഈ സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടി ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴും ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് അത്രയും അത് രാഹുലിനൊന്നും മനസ്സിലാവില്ല അഭിലാഷ്. ഒരു സ്ത്രീകളെ അവരുടെ മനസ്സിന്റെ അവസ്ഥ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു വിഷയത്തിന് വിധേയമായത്. എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. അതുണ്ടാക്കുന്ന മെന്റൽ ട്രോമ എന്ന് പറയുന്നത് രാഹുൽ ഒരിക്കലും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് രാഹുൽ ഇങ്ങനെ ഇരുന്ന് ആ സ്ത്രീനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റേപ്പ് നടന്നില്ല എന്ന് പറയാൻ രാഹുൽ അവിടെ ഉണ്ടായിരുന്നോ? സിദ്ദിഖ് പറഞ്ഞ അറിവല്ലേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ ഞാൻ ഈ കേസ് മുഴുവൻ പഠിച്ചു. എന്ത് പഠിച്ച്? അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയും പെങ്ങന്മാരുള്ള ആളുകളാണെങ്കിൽ ആ കുട്ടിക്കെതിരായിട്ട് സംസാരിക്കാൻ, സിദ്ദിഖിന് എതിരായിട്ട് അനുകൂലമായിട്ട് സംസാരിക്കാൻ രാഹുൽ വരില്ല. പോയി ചത്തുടേടാ.